Welcome to Satuman Family Vlog. ഹലോ, 2 മാസത്തിന് ശേഷം നാട്ടിൽ പോകാനുള്ള പെട്ടിയെല്ലാം കെട്ടി ഇരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഒമാനിനോട് വിട പറയാൻ. ആഗ്രഹമൊന്നുമില്ല, പക്ഷേ എന്നാലും പോയെന്നേ പറ്റുള്ളൂ. സുട്ടു ഈ കാണുന്ന ചിരിയൊന്നും എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാവണമെന്നില്ല. കാരണം അവൻ വിചാരിച്ചേക്കുന്നത് അവൻ്റെ കൂടെ അച്ചിയും വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇത്രയും സന്തോഷിച്ചിരിക്കുന്നത്. അങ്ങനെ എയർപോർട്ടിൽ പോകാനുള്ള വണ്ടിയെല്ലാം വന്ന് പേറ്റേട്ടൻ സാധനങ്ങളെല്ലാം കാറിൽ കയറ്റി വെച്ചു. ഇതിനിടയിൽ സുട്ടുവിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. സുട്ടു പിന്നെ എല്ലാവരോടും പെട്ടെന്ന് കമ്പനി ആവുന്നൊരു ടൈപ്പാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിനകത്ത് നിന്നപ്പോഴത്തേക്ക് അവർ നടക്കാൻ വയ്യ, അവനെ എടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഈ ട്രോളിനകത്ത് കയറി ഇരിക്കണം, നിന്നെ വെച്ചുകൊണ്ട് ഇരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അതിനകത്ത് കയറ്റി വെച്ചുകൊണ്ട് എത്തിക്കൊണ്ട് പോവുകയാണ്. എയർപോർട്ടിൻ്റെ അകത്തോട്ട് ചെന്നപ്പോൾ ഒരു രക്ഷയില്ല. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സൂപ്പറായിരുന്നു. ഞാനും സുട്ടും ആദ്യമായിട്ടാണ് എയർപോർട്ടിൻ്റെ അകത്ത്. ഞങ്ങൾ കൊണ്ടുവരാനും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ അകത്തും ഫ്ലൈറ്റ് കയറുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ ഒമാൻ, ഐ ലവ് യു ഒമാൻ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് അതിനുശേഷം സുട്ടു ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അച്ചി വരുന്നുണ്ടോ, അച്ചി ഞങ്ങളുടെ കൂടെ വരണം, അച്ചി പോവോ, അച്ചി മാമൻ്റെ കൂടെ പോവോ, ഞങ്ങളുടെ കൂടെ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അവൻ ഏകദേശം മനസ്സിലായി. പിന്നെ സുട്ടുന്ന് മനസ്സിലായി അച്ചി ഞങ്ങളുടെ കൂടെ വരുന്നില്ലെന്ന്. പിന്നെ സുട്ടു ആകെ കരച്ചിലും ബഹളമൊക്കെ ആയി. പ്രേതേട്ടന് അകത്തോട്ടും വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അകത്തുനിന്ന് പുറത്തോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഭയങ്കര പാടായിപ്പോയി. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു, അവനെ മാനേജ് ചെയ്യണം, ഭയങ്കര പാടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ എന്തായാലും അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരാൻ. ഇതിനിടയ്ക്ക് അവിടെ ഇന്ന് ആരാണ്ടൊക്കെ എന്തൊക്കെയോ അറബി ഭാഷയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്നും അറബിയൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവർ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുഞ്ഞിനെയും കൊണ്ട് കയറി എന്ന് പറയുവാണെന്ന്. കാരണം ഞങ്ങളുടെ പുറകിൽ ക്യൂവിൽ ഒത്തിരി ആൾക്കാരൊക്കെയാണ്, അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു വിധത്തിലെല്ലാം മനസ്സിലാക്കി. അതിനുശേഷം ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്ത് ചെന്ന് ഇരുന്ന് അപ്പോഴും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വരുമോ എന്നൊക്കെ. അങ്ങനെ എന്തായാലും ഞങ്ങൾ പറഞ്ഞ് നമുക്കെന്നാൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ചിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എടുത്തു. ഇനി അതിൻ്റെ അകത്ത് കയറി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇരുന്ന് സുട്ടുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പിന്നെ പുറത്തെ വ്യൂ ഒക്കെ അവനെ കാണിച്ച് അങ്ങനെയൊക്കെ ഒരു പരുവത്തിന് ശാന്തനായിട്ട് അവനവിടെ ഇരുന്ന്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ വീട്ടിൻ്റെ അകത്ത് ചെല്ലുന്നതും ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ചൊരു ചെറിയൊരു വീഡിയോ ആയിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.